ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദുൽ ഖുർആനിൻ്റെ ഫസ്റ്റ് പാർട്ട് തജ്വീദുൽ ഖുർആനിലെ 5ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് സൂറത്തുൽ മസദാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. സൂറത്തുൽ മസദ് പാരായണത്തിൻ്റെ ഓഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് കേട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പാരായണം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد تبت تبت ഹംസുണ്ട്, പക്ഷെ ചെറിയ ഹംസ് മതി. തബ്ബത് അങ്ങനെ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് ഖുലിഖത് അങ്ങനെ അത്ര വേണ്ട. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ചിലർക്കെങ്കിലും വരുന്നൊരു മിസ്റ്റേക്ക്, അതൊക്കെ നമ്മൾ പറയണല്ലോ. തബ്ബത്ത് കഴിഞ്ഞ് യദാ അബി, യദ് എന്ന് പറഞ്ഞാൽ കൈയാണ് അർത്ഥം. യദ്, ആ യദാ എന്നുള്ളിടത്ത് പലരുടെയും ഓത്തിൽ എദാ എന്ന് പറയുന്നുണ്ട്. എദാ കേട്ടിട്ടാണ് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. തബ്ബത് യദാ എടാ അല്ലേ? എടാ എദാ. തബ്ബത് യദാ അബീ ലഹബിൻ. തബ്ബത് യദാ നോ, യാ എന്ന് പറയണം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് വതബ് മാ അഗ്നാ അൻഹു മാ അഗ്നാ മാ അഗ്നാ അഗ്ന ആവരുത്. അടുത്ത കലിമത്തും ശരിക്കും ശ്രദ്ധിക്കണം. സയസ്ല സയസ്ല, ആദ്യത്തേത് സ, പിന്നത്തേത് സ. സ്വയസ്ലു അല്ല, സയസ്ലി അല്ല. സയസ്ല നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തിൻ്റെയും അവസാനം നോക്കി നിങ്ങൾ, ഖൽഖലത്തിൻ്റെ ഹർഫാണ് അല്ലേ? അപ്പോൾ എങ്ങനെ പാടില്ല? സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب. ഹതബ് പറ്റില്ല. ഹതബ് അങ്ങനെയാവാനും പറ്റൂല. ലഹബ്, മസദ്, ഹസദ്, ഹസദ്, മസദ്, ഹബിലും മിൻ മസദ് ഇല്ല, ഹബിലും മിൻ മസദ്. അതിൻ്റെ നക്ര വായിക്കാനുള്ള ഭാഗങ്ങൾ അതിൽ നിന്ന് വന്നത്. തബ്ബത് അബി ലഹബിൻ വതബ് മാ അയ്ന മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഹബ്ലും മിൻ മസദ്. അപ്പോൾ ഈ വേർഡ്സുകൾ ഓരോന്നും ഇങ്ങനെ വായിച്ച് പഠിക്കുക. എന്നിട്ട് സൂറത്തിൽ നോക്കിയിട്ട് ഈ വാക്കുകളൊക്കെ വരുന്നത് ഓർഡർ പ്രകാരം നന്നായി മനസ്സിലാക്കിയിട്ട് സൂറത്ത് ഓതുക. അപ്പോൾ ഇതിൽ വന്ന സയസ്ല എന്നത് നമുക്ക് സൂറത്തിൽ എവിടെയാണെന്ന് ചോദിക്കാം. അപ്പോൾ കുട്ടി വന്നിട്ട് അക്ഷരങ്ങൾ നോക്കിയിട്ട് സയസ്ല ഇവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരണം. അതുപോലെ ഓരോ വേർഡ്സുകളും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ഷദ്ദുള്ള മീം. ഷദ്ദുള്ള മീം പഠിക്കണം നമുക്ക്. ഷദ്ദുള്ള മീം വരുമ്പോൾ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്യണം, മണിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ എങ്ങനെ പറയാം? ഉമ്മ, ഉമ്മ, സുമ്മ, അങ്ങനെ മണിച്ചു പറയണം. അപ്പോൾ സുമ്മ കല്ല. അപ്പോൾ ഇവിടെ ഷദ്ദുള്ള മീം വന്നത് ഇവിടെ. അടുത്തത് അതുപോലെ ഫ അമ്മാമൻ, ഫ അമ്മാമൻ, ഫ ഉമ്മുഹു
വൽ അസമ്മി വൽ അസമ്മി മി ഷദ്ദുള്ള മീം ഒന്ന് മിമ്മ ഖുലിഖ ഷദ്ദുള്ള മീം സമ്മറ ഐത്ത ഷദ്ദുള്ള മീം സമ്മാഊൻ ഷദ്ദുള്ള മീം അജലും മുസമ്മ 2 ഷദ്ദുള്ള മീമുകൾ വിടുന്നു ഇവിടെ ഖൈറ ഉമ്മത്തിൻ ഖൈറ ഉമ്മത്തിൻ ഷദ്ദുള്ള മീമ വന്നു അവർക്ക് മനസ്സിലാക്കാം. ഇനി താഴെ തന്ന സൂറത്തിൽ ഇവിടെ സൂറത്ത് തന്ന് ഒരു ഫജ്ർ സൂറത്ത് തന്നാണ് അതിൽ ഷദ്ദുള്ള മീം നമ്മൾ അണ്ടർലൈൻ ചെയ്തുക എന്നിട്ട് എണ്ണീറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതാം എത്ര ഉണ്ട് എന്ന്. അപ്പം ഞാൻ കണ്ടെത്തുന്നത് കൂടാതെ ഞാൻ വിട്ടുപോയതൊക്കെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതും കൂടി എണ്ണീറ്റ് വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഷദ്ദുള്ള മീം വന്നത് നോക്കാം. ഈ ലൈനിലില്ല. അടുത്ത ആയത്തിലോ ഇവിടെ ഒന്നും ഷദ്ദുള്ള മീം വരുന്നില്ല. ഇവിടെ ഈ താഴെ ഫ അമ്മ അവിടെ ഷദ്ദുള്ള മീം വന്നു. അപ്പോൾ നമുക്കവിടെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എവിടെയാണ് ഷദ്ദുള്ള മീം വരുന്നത് എവിടെയാണ് നമുക്ക് അടയാളപ്പെടുത്താം. വ അമ്മ അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ഇനി അടുത്തത് എവിടെ വരുന്നത് ഇതാ ലമ്മ. പിന്നെ വരുന്നത് ഇവിടെ ജമ്മ ഇവിടെ ഷദ്ദുള്ള മീം വന്നു നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ വരുന്നത് എവിടെയാണ് ഇവിടെ ഒന്നും വരുന്നില്ല. പിന്നെ അവസാനം റാലിയതം മർലിയ അപ്പോൾ ഇവിടെ ഷദ്ദുള്ള മീം വന്നു നമുക്ക് അവിടെയും അണ്ടർലൈൻ ചെയ്യാം. ഇത്രയും ഷദ്ദുള്ള മീമുകളാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അപ്പോൾ എത്ര ഷദ്ദുള്ള മീം കണ്ടെത്തിയെന്ന് ഇനി ഞാൻ കാണാത്തത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് അടയാളപ്പെടുത്തുക. ഇവിടെയൊക്കെ ഷദ്ദില്ലാത്ത മീമാണ് വന്നത്. അപ്പോൾ ഷദ്ദുള്ള മീമാണ് നമുക്ക് വേണ്ടത്. ഉന്നത്ത് ചെയ്യണം. ഷദ്ദുള്ള മീം ഉന്നത്ത് ചെയ്ത് ഓതണം എന്നതിൻ്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ സൂറത്ത് നന്നായിട്ട് ഓതി പഠിക്കുക. ഇതിൻ്റെ വോയിസിൻ്റെ കൂടെ നന്നായിട്ട് ഓതിയിട്ട് ഇത് നിയമപ്രകാരം ഉസ്താദ് പറയുന്നത് കേട്ട് അതുപോലെ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.